നമ്മളിന്നൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ ബിരിയാണിക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളിന്ന് വിറകടുപ്പിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. വിറകടുപ്പിൽ വെക്കുന്ന ഫുഡിന് അറിയാലോ, ടേസ്റ്റും ഒക്കെ വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഗ്യാസിൽ വെക്കുന്ന ഫുഡിനേക്കാളും ടേസ്റ്റ് കൂടുതലായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. കുറേ കാലത്തിന് ശേഷം അമ്മയുടെ ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടിയിട്ട് വളരെ സന്തോഷകരമായ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ റൈസും ചിക്കനും സെപ്പറേറ്റ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് ശേഷം കഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഉപ്പ്, മസാലകളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അടുത്തായിട്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരി കുതിർക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ മുന്നായിട്ട് അരി കുതിർത്തിടണം. അതിന് വേണ്ടിയിട്ട് അരി നമ്മൾ കഴുകുന്നുണ്ട്. അരി കഴുകി 1 മണിക്കൂർ നമ്മൾ കുതിർത്തിടുക. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനതേ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. ചൂടായ ഉരുളിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയതും സബോളയും അതുപോലെ തന്നെ കുറച്ച് മസാലകളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി വരണം. അതിനുശേഷം നമ്മൾ കുറച്ച് തക്കാളി എടുത്ത് പേസ്റ്റ് ആക്കിയ തക്കാളി പേസ്റ്റ് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ പോരാ, നമ്മൾ ചിക്കൻ പുരട്ടി വെച്ച സമയത്ത് അത്യാവശ്യം പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കറിയിലേക്ക് വേണ്ട എരിവും കാര്യങ്ങളും മസാലയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കണം. എന്നാൽ മാത്രമേ എല്ലാ മസാലകളും അതിൻ്റെ ഇടയിലേക്ക് പിടിക്കുള്ളൂ. പിന്നെ ഒരു പകുതി വേവ് വന്ന സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വെക്കുക. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെന്ത് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് ബിരിയാണിയാണ് വെക്കാൻ പോണത്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉരുളി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഉരുളിക്കകത്തോട്ട് കുറച്ചധികം നെയ്യാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ കപ്പലണ്ടി വറുത്തെടുത്തു. അതിനുശേഷം നമ്മളിത് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു. പിന്നെ കുറച്ച് അധികം ഉണക്കമുന്തിരി, ഞങ്ങൾക്ക് ഉണക്കമുന്തിരി ഇച്ചിരി കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ഉണക്കമുന്തിരി തന്നെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കോരണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം അതെല്ലാം വറുത്തെടുത്തു. പിന്നെ അതിന് ശേഷം നമുക്കിനി സബോളയാണ് കുറച്ച് ടൈം എടുക്കുന്നത്. കാര്യം സബോള കുറച്ച് അധികം എടുത്ത് ഓരോ ട്രിപ്പാക്കി സെക്ഷനാക്കി വറുത്തെടുത്ത് വരണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു ടൈം വരുന്നത് സബോള വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കോരി കഴിയുന്ന സമയത്ത് നമുക്ക് സബോള അടുത്തായിട്ട് വറുത്ത് കോരാം. അപ്പോൾ നമ്മൾ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സബോള വറുത്ത് ഒരുവിധം മുരിഞ്ഞ് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ സമയത്ത് കോരി എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ട്രിപ്പായിട്ട് സബോളയും വറുത്ത് കോരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിറകടുപ്പിനാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. തീ നന്നായിട്ട് കത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പോലെ കുറയ്ക്കാനും കൂട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേഗം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സബോളയൊക്കെ വറുത്ത് കോരി കഴിഞ്ഞു. അതിന് ശേഷം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബിരിയാണിക്ക് റൈസിന് ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഗ്രീൻ പീസ് സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ഗ്രീൻ പീസ് ഒരു 2-3 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മൾ ഗ്രീൻ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നായിട്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് അരച്ച് വെച്ചത് പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഇട്ട് കൊടുക്കേണ്ടതാണ്, പക്ഷെ നമ്മളത് വിട്ടുപോയി. അപ്പോൾ നമ്മൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാണ്. അത് ഈ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന ഒരു ടൈമിലാവുമ്പോൾ നമ്മളത് വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഗ്രീൻ പീസ് വെന്ത് പോരുത് കേട്ടോ. വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയിൽ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അത് ഇതുപോലെ ഇങ്ങനെ ഒറ്റയായിട്ട് കിടക്കണം. വേർതിരിഞ്ഞ് വെന്തിട്ടുണ്ട് എന്നാൽ ഇല്ല അങ്ങനെ ഒരു പരുവത്തിൽ കിടക്കണം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഗ്രീൻ പീസും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് വറുത്ത് നല്ലതായിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നേ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ചൂടുവെള്ളം വേണം എപ്പോഴും ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ 11 ഗ്ലാസ് അരിയാണ് എടുത്തത്. നമ്മൾ കൂടുതൽ വെക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ 11 ഗ്ലാസ് അരിക്ക് നമ്മൾ 22 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുത്തത്. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തോട്ട് ചോറിട്ട് കൊടുക്കണം. ചോറല്ല, അരി ഇട്ട് കൊടുക്കണം. അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മൾ ഉപ്പും കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അരി വേവണ വരെ വെയിറ്റ് ചെയ്യുക. ഒരു ഹാഫ് വേവൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക. അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെ ഈ ഒരു പരുവൊക്കെ ആയപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം അതെ ചോറ് നന്നായിട്ട് വെന്ത് വന്നു. ആ സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ പൈനാപ്പിൾ നമ്മൾ പീസാക്കി വെച്ച്, നമ്മൾ എസൻസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ പീസാക്കിയിട്ട് ഇടാണ് ചെയ്തത്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കുട്ടലണ്ടി സബോള എല്ലാം കൂടി ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാണ് ചെയ്തത്. ഇപ്പോൾ അതൊന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇലയിലാണ് കേട്ടോ ബിരിയാണി കഴിച്ചത്. അപ്പോൾ നമ്മുടെ റൈസ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് സന്തോഷമായൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.